അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. നോർമലി മിക്ക ഹോം ബേക്കേഴ്സ് അങ്ങനെ ഹാഫ് കെ ജി കേക്കിന്റെ ഓർഡേഴ്സ് എടുക്കാറില്ല. അപ്പോൾ കസ്റ്റമേഴ്സ് മിക്കവാറും ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഹാഫ് കെ ജി കേക്കിന്റെ ഓർഡേഴ്സ് എടുക്കാത്തതെന്നുള്ളത്. ഞാനും അങ്ങനെ ഹാഫ് കെ ജി കേക്കിന്റെ ഓർഡർ എടുക്കാറില്ല. പക്ഷേ എടുക്കത്തില്ല എന്ന് പൂർണ്ണമായിട്ടും പറയാനും പറ്റില്ല. കാരണം ചില ടൈമിലൊക്കെ നമ്മൾ കേക്കിന്റെ ഓർഡേഴ്സ് എടുക്കാറുണ്ട്. അതിപ്പോൾ ചില കസ്റ്റമേഴ്സ് ഒരുപാട് മുൻകൂട്ടി നമ്മുടെ ഹാഫ് കെ ജി കേക്ക് വേണമെന്ന് പറയാറുണ്ട്. അപ്പം വേറെ കേക്കിന്റെ ഓർഡേഴ്സ് വരുമ്പോൾ അതിന്റെ കൂടെ ചേർത്ത് നമ്മൾ ഹാഫ് കെ ജി ബേക്ക് ചെയ്തെടുക്കാറുണ്ട്. ആ ഒരു കേക്ക് ഓർഡർ നമ്മൾ എടുക്കുമ്പോൾ അത് കസ്റ്റമേഴ്സിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ഫ്ലേവർ സെലക്ട് ചെയ്യാനുള്ള ഒരു ചാൻസ് കിട്ടില്ല. കാരണം നമുക്ക് വേറെ ഏത് കേക്കാണോ 1 kg ഓർഡർ വരുന്നത് ആ ഒരു ഫ്ലേവറിലായിരിക്കും നമ്മൾ ഹാഫ് കെ ജി കേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഹാഫ് കെ ജി കേക്ക് ചെയ്യുമ്പോൾ അതിന്റെ റേറ്റിൽ വരുന്ന ഒരു വിഷയമാണ്. അതായത് നമ്മൾ ഹാഫ് കെ ജി കേക്ക് ചെയ്യുമ്പോൾ ഒരിക്കലും നമുക്ക് 500 ഗ്രാം തികച്ചങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഒന്നുകിൽ കേക്ക് ചെയ്ത് വരുമ്പോൾ ഏകദേശം 750-850 ഗ്രാമിനടുത്ത് കേക്കിന്റെ വെയിറ്റ് കാണും. ഇപ്പൊ 1 kg 1000 രൂപ വരുന്ന ഒരു കേക്കാണ് കസ്റ്റമർ ഓർഡർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കസ്റ്റമർ എപ്പോഴും 500 രൂപ കാൽക്കുലേറ്റ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ഓർഡർ തരുന്നത്. പക്ഷെ നമുക്ക് ഈ ഒരു കേക്കിന്റെ വെയിറ്റ് നമ്മുടെ എഫേർട്ടും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ ഒരു +100 കൂടെ ആഡ് ചെയ്തിട്ട് ഒരു 600-നൊക്കെ ആയിരിക്കും ഹാഫ് കെ ജി കൊടുക്കുന്നത്. അത് കസ്റ്റമറിന് അങ്ങോട്ട് ഡൈജസ്റ്റ് ആകുകയില്ല. അപ്പൊ നമ്മൾ ഈ ഒരു കാര്യങ്ങളെല്ലാം കസ്റ്റമറിനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഒരു ഹാഫ് കെ ജി കേക്കിന്റെ ഓർഡർ എടുക്കാൻ പറ്റൂ. ചിലർ ഇത് പറഞ്ഞാലും അക്സെപ്റ്റ് ചെയ്യാത്തവരും ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് മിക്കവരും ഹാഫ് കെ ജി കേക്കിന്റെ ഓർഡർ എടുക്കുന്നതിൽ നിന്നും കുറച്ച് പുറകോട്ട് പോകുന്നത്. ഈ ഒരു വിഷയത്തെ പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്ന് കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞത്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ഫോളോ ചെയ്യാനും മറക്കണ്ട. ഇൻഷാല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.